വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സിസ്റ്ററിൻ്റെ ഘാതകനായ സമോന്ദർ സിംഗ് ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഒരു പുതിയ മനുഷ്യനായി പുറത്തു വന്നപ്പോൾ അദ്ദേഹം ആദ്യം എത്തിയത് സിസ്റ്ററിൻ്റെ കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിക്കാനായിരുന്നു. അന്നവർ അയാളോട് ക്ഷമിച്ചപ്പോൾ സമോന്ദർ സിംഗ് മനസ്താപം കൊണ്ട് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. ഇക്കുറി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ സഹോദരിയായ സിസ്റ്റർ സെൽമി പോളിനെ തേടി ഇൻഡോറിൽ നിന്നും 5 മണിക്കൂറോളം ബൈക്കോടിച്ച് സമോന്ദർ സിംഗ് വീണ്ടും എത്തി. അത് മറ്റൊന്നിനുമായിരുന്നില്ല, സിസ്റ്ററിൻ്റെ കൈകളിൽ നിന്നും രക്ഷാബന്ധനോടനുബന്ധിച്ച് രാഖി സ്വീകരിക്കാനായിരുന്നു. ഭോപ്പാലിലെ FCCയുടെ മഠത്തിലെത്തിയാണ് ഇയാൾ സിസ്റ്റർ സെൽമിയിൽ നിന്നും രാഖി കിട്ടിയത്. 1995 ഫെബ്രുവരി 25-ന് ഉദയ്നഗറിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന ബസ്സിലാണ് 50-ലധികം കുത്തേറ്റ് സിസ്റ്റർ റാണി മരിയ കൊല്ലപ്പെട്ടത്. 2002-ൽ ജയിലിൽ കഴിയവേ സമോന്ദർ സിംഗിനെ കാണാനെത്തിയ സിസ്റ്റർ സെൽമി പോൾ അയാൾക്ക് രാഖി കിട്ടി. സമോന്ദറിനോട് റാണി മരിയയുടെ കുടുംബം ക്ഷമിച്ചതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്. സമോന്ദറിൻ്റെ പശ്ചാത്താപത്തിൻ്റെ പ്രധാന കാരണക്കാരൻ അയാളെ ജയിലിൽ സന്ദർശിച്ച CMI വൈദികൻ സ്വാമി സദാനന്ദാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഉപദേശങ്ങളും സമോന്ദർ സിംഗിനെ മാറ്റിമറിച്ചു. വൈദികൻ്റെയും സിസ്റ്ററുടെയും ശ്രമഫലമായി 11 വർഷത്തിന് ശേഷം സമോന്ദർ സിംഗ് 2006-ൽ ജയിലിൽ നിന്നിറങ്ങി. തുടർന്ന് എല്ലാ വർഷവും സിസ്റ്റർ സെൽമിയിൽ നിന്ന് രാഖി കെട്ടാൻ ഇയാളെത്തും. പെരുമ്പാവൂർ പുല്ലുവഴിയിലാണ് കന്യാസ്ത്രീ സഹോദരിമാരുടെ വീട്. സമോന്ദർ സിംഗ് ഇവിടെ എത്തി കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ചിരുന്നു. മധ്യപ്രദേശിൽ ഭൂമിയില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കവെയാണ് സിസ്റ്റർ റാണി മരിയ കൊല്ലപ്പെടുന്നത്. ആദിവാസികളും ഗ്രാമവാസികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു പലിശ ഇടപാടുകാരന് പരിക്കേറ്റിരുന്നു. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദിവാസികൾക്ക് ജാമ്യം ലഭിക്കാൻ റാണി മരിയ ഇടപെട്ടതാണ് ജമീന്ദാർമാരെ ചൊടിപ്പിച്ചത്. അവർ സിസ്റ്ററിനെ കൊല്ലാൻ സമോന്ദറിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. 2017-ലാണ് റാണി മരിയയെ സഭ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയത്.